അതെ ചേച്ചി ഇവിടെ ഇരിക്കേ. പ്രിയ അമ്മ അമ്മ എഴുന്നേറ്റോ? മോൾ ഉറങ്ങിയില്ലായിരുന്നോ? ഉറങ്ങിയമ്മേ. പിന്നെ വീടിന്റെ ക്ലീനിങ് എന്നെ ഏൽപ്പിച്ചിരിക്കല്ലേ. ഉറങ്ങി എഴുന്നേറ്റിട്ട് നേരം വെളുത്ത് ചെയ്താ പോരായിരുന്നു ഇതൊക്കെ? മത്സരം വെച്ചിരിക്കല്ലേ അമ്മേ, കിടന്ന ഉറക്കം വരില്ല. അമ്മ വെള്ളം എടുക്കാൻ വന്നാണോ? ഞാൻ എടുത്തു തരാം. വേണ്ട, ഞാൻ എടുത്തോളാം. എന്തി ഞാൻ വരാം. വേണ്ട അവിടെ ഇരിക്കും. എന്താതിരിക്കൂ. അമ്മ കൂടെ നിക്കണോ മോളെ? അത് പാടില്ലല്ലോ അമ്മേ. മത്സരത്തില് ഞാൻ ഒറ്റയ്ക്ക് പങ്കെടുക്കാനല്ലേ പാടുള്ളൂ. അമ്മ പോയി കിടന്നോ. ഞാനിതൊക്കെ കുറച്ചുകൂടി ചെയ്തിട്ട് അങ്ങ് കിടന്നോളാം. കുറെയൊക്കെ ഞാൻ രാത്രി തന്നെ ചെയ്തു. ഇനി കുറച്ചുകൂടി ഉള്ളു അമ്മേ. അടുക്കളൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. മോളുടെ ഈ ആത്മാർത്ഥത കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നേ. ശരി, അമ്മ പോയിക്കോ അമ്മേ. ഏട്ടത്തെ എങ്ങാനും എഴുന്നേറ്റ് വന്നാ അമ്മ എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞ് ബഹളം വെക്കും. എന്നാ ശരി മോളെ, കഴിഞ്ഞിട്ട് വേഗം പോയി കിടന്ന് ഉറങ്ങണം കേട്ടോ. അമ്മേ പിടിക്കപ്പെട്ടു എന്നാ ഞാൻ കരുതിയത്. ആ സാധനങ്ങളൊക്കെ ആരെങ്കിലും അവിടെ അങ്ങനെ വെക്കോ? അല്ല, ജോലി ചെയ്യുമ്പോ അതിന്റെ സാധനങ്ങൾ എല്ലാവരും തിരിച്ചില്ലേ? മതി മതി, ഇനി എത്രയും പെട്ടെന്ന് എന്നെ നമ്മൾ പോവാൻ നോക്കും. വാ വാ, ഇനി ആരെങ്കിലും എഴുന്നേക്കുന്നതിന് മുന്നേ ഒന്ന് എടുത്തോണ്ട് വെക്കും. ശരി. ആ പണി അങ്ങനെ തീർന്നു. എങ്ങനെയെങ്കിലും ചേച്ചി കൊണ്ടൊരു ഉപകാരം ഉണ്ടായിരുന്നു. കൽപ്പനേ, നീ വരുന്നില്ലേ? എന്താ വിശേഷം? പ്രിയങ്കയുടെ വീട്ടു ജോലികളെ കുറിച്ചുള്ള റിസൾട്ട് കേൾക്കണ്ടേ? അതെന്താ കേൾക്കാനുള്ളത്? ഞാൻ ഇന്നലെ ചെയ്തതിന്റെ പകുതിയെങ്കിലും അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചെറിയമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അതില്ല, അതുകൊണ്ടാണല്ലോ റിസൾട്ട് നേരിട്ട് കേൾക്കണമെന്ന് തോന്നിയത്. ഇന്നലെ നിന്റെ മുന്നിൽ പ്രിയങ്ക തോറ്റു.
ഇന്നും കൂടി തോറ്റാ പിന്നെ നാളത്തെ മത്സരത്തിന്റെ ആവശ്യം കൂടിയില്ല. ചെറിയമ്മേ, ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയങ്കയെ എങ്ങനെ വാഴിക്കാൻ ശ്രമിച്ചാലും മൂത്ത മരുമകളായ എന്റെ മുന്നിൽ അവൾ ഒന്നുമല്ല. അത് എല്ലാവർക്കും ഒന്ന് ബോധ്യപ്പെടാൻ ഈ മത്സരം സഹായിക്കും. ആ എന്തായാലും വാ, നമുക്ക് താഴോട്ട് പോവാം. വാ. എന്തായി തീരും? റിസൾട്ട് എന്തായിന്ന് നമുക്ക് ചെന്ന് നോക്കാം. ആ വാ വാ, നിങ്ങൾ കൂടി വന്നതിന് ശേഷം ഒരു പരിശോധനയ്ക്ക് ഇറങ്ങാമെന്ന് കരുതി കാത്തു നിൽക്കുകയായിരുന്നു. അതിന്റെ ആവശ്യമുണ്ടോ മുത്തശ്ശി? ഞങ്ങളില്ലെങ്കിലും മുത്തശ്ശി പരിശോധിച്ചാ മതിയല്ലോ. വരുൺ, കണ്ടോടാ കൽപ്പനയുടെ ഒരു കോൺഫിഡൻസ്. ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് കോൺഫിഡൻസ്, അല്ലേ? മത്സരങ്ങൾ എനിക്ക് വാശിയാണ് സൂര്യ. അതെ, കുഞ്ഞുനാള് മുതലേ അങ്ങനെയാ. മത്സരിച്ച് ജയിക്കാന്നല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല. നല്ല കാര്യം മോളെ. പക്ഷേ ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു, ഇത് കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദ മത്സരമാണെന്ന്. ആ ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാകണം. ആ പ്രിയങ്ക മോളെ, മോളുടെ ജോലിയൊക്കെ കഴിഞ്ഞോ? ആ കഴിഞ്ഞു അമ്മേ. എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ പാചകവും ആവും വിധമായിരുന്നു. അനുഭവിച്ചത് മറ്റുള്ളവരും. എന്ന് പറഞ്ഞ പ്രിയങ്ക തോറ്റു കഴിഞ്ഞിരിക്കുന്നു എന്നല്ലേ വരുൺ പറഞ്ഞത്? ആ, ആരും തോൽവിയും ജയവും മുൻകൂട്ടി പ്രഖ്യാപിക്കണ്ട. ആദ്യം പൂജാമുറിയിലേക്ക് തന്നെ പോവാ. വാ. ഇവളിതെങ്ങനെയാ ചെയ്തത്? പരമേശ്വര, നിനക്കെന്താ തോന്നി? മുകളിലത്തെ മുറികളൊക്കെ നമ്മൾ നേരത്തെ നടന്ന് കണ്ടല്ലോ അമ്മേ. ബാക്കിയുണ്ടായിരുന്നത് പൂജാമുറിയും അടുക്കളയാ. പൂജാമുറി ഒരുക്കുന്ന കാര്യത്തിൽ പ്രിയങ്ക മോൾ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒരമ്പലത്തിൽ ചെന്ന പ്രതീതി. തീർച്ചയായും. ആ അടുക്കളയ്ക്ക് ഇത്ര അഴകുണ്ടെന്ന് ഞാൻ ഇന്നാ മനസ്സിലാക്കിയത്. ഓരോ പാത്രങ്ങളും അടുക്കി വെച്ചിരിക്കുന്ന തന്നെ എത്ര നന്നായിട്ടാണെന്നറിയോ. പൂജാമുറിയോളം ഐശ്വര്യമുണ്ട് കലവറയ്ക്കും. അതൊരു മിടുക്ക് തന്നെയാ. പ്രിയങ്കേ, ഇന്നലത്തെ പരീക്ഷണത്തിൽ താൻ വലിയൊരു തോൽവിയായിരുന്നു. ഇന്നെന്താ ഇത്രയും അഭിനന്ദനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നത്? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, അല്ലേ മുത്തശ്ശി? പ്രിയങ്ക മോളെ, ഇന്നത്തെ മത്സരത്തിന്റെ റിസൾട്ട് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഇന്ന് വീടൊരുക്കിയത് ഐശ്വര്യമുള്ളൊരു പെണ്ണിന്റെ കയ്യാ. സത്യത്തില് ആ കൈക്കൊരു പൊൻവള ഇട്ട് കൊടുക്കേണ്ടതാ. പക്ഷേ മത്സരം ഇനിയും ബാക്കിയുണ്ടല്ലോ. ഏതായാലും ഇന്നത്തെ മത്സരത്തില് പ്രിയങ്ക മോള് വിജയിച്ചിരിക്കുന്നു. താങ്ക് യു മുത്തശ്ശി. ഇന്ന് ഈ ഒരുക്കങ്ങൾ നടത്തിയ ആളോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നു, അല്ലേ മുത്തശ്ശി? അതെ. എന്തായാലും ഇന്നിനി കൽപ്പനയുടെ പാചകമാണല്ലോ. എന്താ കൽപ്പനെ, തയ്യാറല്ലേ? ഒരു ചക്ക വീണ് മുയല് ചത്തൂന്ന് കരുതി എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അടുത്ത മത്സരത്തില് ഞാൻ ജയിച്ചു കാണിച്ചു തരാം. ആയിക്കോട്ടെ.
എന്തായാലും കുടുംബത്തിനൊരു ജീവൻ വെച്ച പോലെ തോന്നുന്നുണ്ട്. കുടുംബത്തിലെ പെൺകുട്ടികൾ മത്സരിച്ച് പണിയെടുക്കുന്നു, വീറോടെ പോരാടുന്നു. നടക്കട്ടെ നടക്കട്ടെ. എന്നാലും അവളെ കൊണ്ട് ഇതെങ്ങനെ സാധിച്ചു ചെറിയമ്മേ? ദേവനാരായണൻ തിരുമേനിയുടെ മോളല്ലേ, പൂജാമുറി ഒരുക്കുന്ന കാര്യത്തില് നല്ല മിടുക്ക് കാണും. പൂജാമുറി മാത്രമാണോ? വീടിന്റെ മുക്കും മൂലയൊന്ന് നോക്കിയേ. ഇന്നലെ എന്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചകൾ വരെ അവൾ പരിഹരിച്ചിട്ടുണ്ട്. ഇന്നലെ വരെ വിധി നിന്റെ കൂടെ ആയിരുന്നു, ഇന്ന് വിധി അവൾക്കാ. ചെറിയ എന്ത് നിസ്സാരമായിട്ടാ പറയുന്നേ. ഇന്ന് അവൾ എന്നെ മറികടന്ന നാളെ ഒരൊറ്റ ദിവസമേ ഉള്ളൂ. അതെന്തായാലും ശരിയാവില്ല. എനിക്ക് ഇന്ന് തന്നെ മുത്തശ്ശിയെ കൊണ്ടും മറ്റുള്ളവരെ കൊണ്ടും നല്ല വാക്ക് പറയിപ്പിക്കണം. അതെങ്ങനെ? ഇന്ന് നിനക്ക് പാചകമല്ലേ, നിനക്കെന്തേലും അറിയോ? കല്യാണത്തിന് മുമ്പ് അമ്മ പറയുമായിരുന്നു, എവിടെയെങ്കിലും ചെന്ന് കയറിയാ എന്തെങ്കിലും ഉണ്ടാക്കാൻ പഠിച്ചിരിക്കണോന്ന്. അന്നത് കേട്ടുമില്ല. അതിന്റെ ടെൻഷനാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. ചെറിയമ്മയ്ക്ക് നന്നായിട്ട് പാചകം അറിയാലോ. മുൻപ് ചില വിഭവങ്ങൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിന് ഈ 2-3 സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കി എല്ലാവരെയും ഒന്ന് ഞെട്ടിക്കണം. ഇന്നലത്തെ പ്രിയങ്കയുടെ പാചകം പൂർണ്ണ പരാജയം ആയതുകൊണ്ട് എല്ലാവർക്കും വിധി പറയാൻ എളുപ്പമായിരിക്കും. അതിനിപ്പോ ഞാൻ സഹായിക്കണം അല്ലേ? പിന്നല്ലാതെ ഞാനിപ്പോ വേറെ ആരെ തേടി പോവാനാ? ഞാൻ മുമ്പ് പാചകം ചെയ്തിട്ടുണ്ട്, ചില സ്പെഷ്യൽ വിഭവങ്ങൾ. അതെ, എന്റെ തറവാട്ടിൽ നിന്ന് പഠിച്ചതാ. പക്ഷെ ഇപ്പൊ ടച്ച് വിട്ടു പോയില്ലേ? ചെറിയമ്മേ, വെറുതെ ഡിമാൻഡ് കൂട്ടല്ലേ. ഈ വിഷയത്തില് കണ്ണും പൂട്ടി ചെറിയമ്മ എന്റെ കൂടെ നിക്കാന്ന് വാക്ക് തന്നതാ, അറിയാലോ. പിന്നെ പ്രിയങ്ക എന്നോട് സഹായം ചോദിച്ചിട്ടുണ്ട്. കിട്ടുന്ന മാലയുടെ വിലയുടെ നേർപകുതി അതവൾ എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, അപ്പൊ അതിനിടയിൽ അങ്ങനെ ഒരു ബിസിനസ് നടന്നല്ലേ? എങ്കി പിന്നെ ചെറിയമ്മ അവളുടെ കൂടെ നിന്നോ. ഇത്രയും നാളും കൂടെ നിന്ന ആളെ ഒറ്റ കൊടുക്കുമ്പോ ഒരു സുഖം ഉണ്ടാവുമല്ലോ. കണിമംഗലത്തെ മരുമകളായി ദേവനാരായണൻ തിരുമേനിയുടെ മകളെ ഞാൻ മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടേയില്ല. അതിനുള്ള യോഗ്യത അവൾക്കില്ല. ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്. പാരമ്പര്യവും പ്രൗഢിയുള്ള കുടുംബത്തിൽ ജനിച്ച് നീ തന്നെ ജയിച്ചാ മതി. അവള് പറഞ്ഞ ഓഫർ ചെറിയമ്മയുടെ മനസ്സിൽ കിടന്ന് കളിക്കല്ലേ. മാല സ്വന്തമായിട്ട് കിട്ടിയാ ഞാനും അത് തന്നെ ചെയ്യാം. എങ്കിൽ ശരി, ഈ പാചക മത്സരത്തിൽ നിന്നെ ജയിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്താ. കണിമംഗലത്തുകാര് ഒരേ സ്വരത്തില് നിന്റെ പാചകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കും. ഞാൻ പ്രൗഢിക്കും പ്രതാപത്തിനും ഒന്നും ചേരില്ല. ഈ പാചകത്തിൽ എനിക്കൊന്ന് കാണണം. ഇന്ന് ഷൂട്ടിംഗ് തുടങ്ങുന്നതുകൊണ്ടാണോ താരത്തിന് ഇത്ര ജാട? ചില ആളുകൾക്ക് അല്പം പബ്ലിസിറ്റി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ തലക്കനം കൂടുന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ പെട്ടെന്നായിപ്പോയി. കയറി പിടിക്കാനൊന്നുമല്ല, എനിക്കൊരു സാധനം എടുക്കണം ഇതിനകത്തുനിന്ന്. എന്റെ കൊലുസല്ലേ ഇത്? അല്ല,
ഇത് എന്റെ കൊലുസാണല്ലോ. അതെ, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ആദ്യം കിട്ടിയ സമ്മാനം. ഞാനത് സൂക്ഷിച്ചു വെച്ചു. അതേതാ? ഇതെനിക്ക് കിട്ടിയ എന്നാന്നറിയോ? തന്നോട് പറഞ്ഞില്ലേ ദേ, ഇനി ഫോട്ടോ എടുക്കരുത്. ഈ കുട്ടികളുടെ അച്ഛന്മാരൊക്കെ വന്നാലേ തന്റെ ക്യാമറ തല്ലി പൊളിക്കും. അതിങ്ങിതാ തരാം, പക്ഷേ കയ്യിൽ തരില്ല. പിന്നെ കൊലുസ് കാലിലല്ലേ ഇടേണ്ടത്? കാലിലിട്ട് തരാം. വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ഇത്ര നാളെ കൊലുസില്ലാതെ ആണല്ലോ ഞാൻ ജീവിച്ചത്. ഇനി ഞാൻ അങ്ങനെ തന്നെ ജീവിച്ചോളാം. അപ്പോ ഈ കൊലുസ് ഞാൻ അണിയിച്ചു തരാൻ സമ്മതിക്കില്ലെന്നാണോ? സമ്മതിക്കില്ല, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ ഞാൻ ഇതൊരു മാലാഖയുടെ കാലിൽ അണിയിക്കും. മാലാഖയോ? അതെ, ഇന്ന് വെളുപ്പിന് കണിമംഗലത്തൊരു മാലാഖ വന്നിരുന്നു. ആ മാലാഖ നിസാരക്കാരിയൊന്നുമല്ല, അത് നല്ല സുന്ദരിയ. ആ മാലാഖയ്ക്ക് വീട്ടുജോലികളൊക്കെ നന്നായിട്ട് അറിയാം. ആ മാലാഖ വെളുപ്പിന് വീട്ടിലേക്ക് വന്ന് കയറി വീട് മുഴുവൻ വൃത്തിയാക്കി. വീട് വൃത്തിയാക്കി പൂജാമുറി ശുദ്ധം ചെയ്തു. അപ്പൊ മാലാഖ നല്ലവളല്ലേ? അപ്പോ ഞാനിത് അവളുടെ കാലിൽ അണിയിച്ചു കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഞാൻ വന്നത് എങ്ങനെ കണ്ടത്? ഓ, താനായിരുന്നു വന്നത്? ഷോ, പറഞ്ഞപ്പോഴാ മനസ്സിലായത്. സോറി, ഞാനേ പ്രിയങ്കയെ സഹായിക്കാൻ വേണ്ടിയാ വന്നത്. അവൾക്ക് മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി. ആരോടും പറയരുത്. ഇല്ല, പകരം എനിക്ക് എന്ത് തരും? പറ. ഞാൻ കണ്ട കാര്യങ്ങൾ കണിമംഗലത്തുള്ളവരോട് പറഞ്ഞാൽ അനിയത്തിയുടെ കള്ളത്തരം പിടിക്കപ്പെടും. അതോടെ ചിലപ്പോ എല്ലാരും കൂടെ ചേർന്ന് കണിമംഗലത്ത് നിന്ന് അവളെ പുറത്താക്കിയെന്നും വരും. അത് ചെയ്യാതിരിക്കാൻ എന്താ വേണ്ടെന്ന് മാലാഖയ്ക്ക് തന്നെ തീരുമാനിക്കാം. പറയാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ചോദിക്കാനാണെങ്കിൽ കുറെ അധികമുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. എനിക്ക് ഈ കൊലുസ് എന്റെ പെണ്ണിന്റെ കാലിലണിയിക്കണം. നിർബന്ധാണോ? നിർബന്ധമാണ്. അല്ലെങ്കിൽ എനിക്ക് ചില ക്രൂരതകളൊക്കെ ചെയ്യേണ്ടി വരും. അനിയത്തി ഇന്ന് തന്നെ ആറ്റുവാശ്ശേരിയിലേക്ക് കൊണ്ടുകൊണ്ട് വരും. വേണ്ട, എന്റെ കാലിലിട്ടോ. എന്നാലേ കാലും കൊണ്ട് വെച്ചേ. കൊലുസിടാൻ വേണ്ടിയ കാല് വെച്ച് വേറൊന്നും പറ്റില്ല കേട്ടോ.